കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, അവർ അധ്യാപകർ കൂടിയാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന തങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നത് അവിടുത്തെ തന്നെ പഠനത്തിൽ മിടുക്കരായ കുട്ടികളാണ്. പഠന നിലവാരം ഉയർത്തുവാനായി ഇത്തരമൊരു വേറിട്ട രീതി പ്രാവർത്തികമാക്കുന്നതിലൂടെ ശ്രദ്ധേയമാവുകയാണ് BEM ഗേൾസ് LP സ്കൂൾ. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ വേദിയിലേക്ക്. BEM ഗേൾസ് LP സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കോതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കാലൻ സോദരിമാരെ പാടിച്ചു നിങ്ങൾ. കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മാനാഞ്ചിറയുടെ സമീപത്താണ് എൻ്റെ വിദ്യാലയം സ്ഥാപിച്ചിരിക്കുന്നത്. 162 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മൻ ബാസൽ മിഷണറിമാരാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ആരംഭകാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ വിദ്യാലയത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഉണ്ട്. പെഡഗോജി പാർക്കും ഉണ്ട്. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാനുവാൻ നന്യോനം ചൊല്ലി വിളിക്കയായി. 2007 ഞങ്ങളുടെ പെഡഗോജി പാർക്ക് നിർമ്മിച്ചത്. ഇതിന്റെ ഭാഗമായി ഫോട്ടോ ഗാലറിയും വെച്ചിട്ടുണ്ട്. മാം, നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഭൗതിക സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഭൗതിക സൗകര്യം, പിന്നെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, പിന്നെ ശുചിത്വവും ഉച്ചഭക്ഷണവും, ഈ 3 മേഖലകളിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. അവിടെ എനിക്ക് ചില സംശയം. പെഡഗോജി പാർക്ക് എന്തെന്നാ സാധനം? പെഡഗോജി പാർക്ക് എന്തെന്നാ ഈ സാധനം പെഡഗോജി എന്ന് വെച്ചാൽ? ഞങ്ങളെ സ്കൂളിൽ സ്ഥാപിച്ച ഒരു പെഡഗോജി പാർക്കാണ്. എന്തെന്നാ ഈ സാധനം പെഡഗോജി പാർക്ക്? ഞങ്ങളുടെ സ്കൂളില് വിവിധ തരം ഈ പെഡഗോജി പാർക്ക് എന്ന് എന്താ അതിന് പേരിടാൻ കാരണം? അതിന് കളിപ്പാർക്കെന്ന് പോലെയോ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു പെഡഗോജി പാർക്കിന്റെ ഭാഗമായിട്ട് അതാ ചോദിക്കുന്നേ. മറ്റേത് ടീച്ചർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇനി എനിക്ക് അറിയേണ്ടത് എന്ത് ഈ പെഡഗോജി എന്ന് പറയാൻ കാരണം? അതിന് ഒരു കേട്ടിട്ടില്ലാത്ത പേരാണല്ലോ. ആരുടെങ്കിലും പേരാണോ? ഗ്രീസ് വാക്കാണ് ബോധോദ്യാനം. എന്താണ്? ഗ്രീസ് വാക്കാണ് പെഡഗോജി. ഇംഗ്ലീഷ് വാക്കാണ്. ഗ്രീക്ക് വാക്കാണോ? അത് ശരി. എന്താ അതിന്റെ അർത്ഥം? ബോധോദ്യാനം എന്നാണ് പെഡഗോജി. ബോധോദ്യാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതെ. അപ്പൊ ഇനി സംസ്കൃതത്തിൽ പറഞ്ഞാലേ അതെന്താന്ന് മനസ്സിലാവുള്ളൂ. എന്താ ഇത് ബോധോദ്യാനം എന്ന് വെച്ചാല്? ബോധനോദ്യാനം എന്ന് വെച്ചാല് ഈ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനും കളിയിലൂടെ കാര്യങ്ങൾ പഠിക്കാനുമായിട്ടുള്ള പാർക്കാണ് അല്ലേ? അപ്പൊ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് നിങ്ങള്? പാർക്കിൽ ഞങ്ങൾക്ക് കളിക്കാനുള്ള കളിയുപകരണങ്ങൾ എന്തൊക്കെയാണ്? കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എന്നൊക്കെ അല്ലേ പറയുന്നത്? ഞങ്ങളൊക്കെ അങ്ങനെയാ പറയുന്നത്. ഈ കളി ഉപകരണങ്ങൾ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. എന്തൊക്കെ കളിപ്പാട്ടം ഉണ്ട് അവിടെ? ഊഞ്ഞാല്, മേർഗോറൺ, സീസോ. പിന്നെന്താണ്? സീസോ. സീസ നിങ്ങളെ ഇരുന്നു 2 കുട്ടികൾ അപ്പുറത്തിപ്പുറത്തിരുന്ന് ഇങ്ങനെ ചാടും അല്ലെ? പൊങ്ങുകയും താഴുകയും ചെയ്യും. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ സീസോയിൽ നിന്ന്? സീസോ പോലത്തെ സാധനം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സീസോ പോലെ കടയിലൊക്കെ പോകുമ്പോഴേ നിങ്ങൾ കടയിൽ പോയിട്ടുണ്ടോ? അരി വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടോ? 1 കിലോ അരി എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാ തൂക്കി തരുന്നേ? അവർ 1 കിലോന്റെ ഒരു ഗ്രാമിന്റെ ഒരു കട്ടിയുണ്ട്. 1 കിലോയുടെ കട്ടിയുണ്ട്. ആ കട്ടി ഒരു ഭാഗത്തും. എന്തിന്റെ ഭാഗത്ത്? സീസോ പോലുള്ള ഒരു അവിടെ ഒരു ബന്ധമുണ്ട് അല്ലേ? ഇനി അത് ആ സീസോയിൽ കയറുമ്പോൾ ഈ നിങ്ങളെ കട്ടി തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് മനസ്സിൽ വരണം. ത്രാസ് കാണുമ്പോൾ സീസോ മനസ്സിൽ വരണം. പിന്നെ അതുപോലത്തെ വേറെ സാധനങ്ങൾ എവിടെയെല്ലാം കാണുന്നു എന്ന് നോക്കണം കേട്ടോ. അപ്പോഴാണ് അത് പഠിത്തമാകുന്നത്. അല്ലെങ്കിൽ വെറും കളിയിൽ നിന്ന് പഠിത്തത്തിലേക്ക് വരണം. മിടുക്കി കേട്ടോ. നിങ്ങളുടെ സ്കൂളിരിക്കുന്ന സ്ഥലത്ത് വേറെ സ്കൂളുകളുണ്ടോ? എത്ര സ്കൂളുകളുണ്ട്? അൽമിത്ര ഒന്ന് പറഞ്ഞേ. 2 സ്കൂളുകൾ.
വേറെ LP സ്കൂളുകൾ വേറെ 2 എണ്ണം കൂടെ ഉണ്ട്. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. 2 സ്കൂൾ കൂടെ ഉണ്ട് അല്ലേ? പിന്നെ BM LP സ്കൂളും ഉണ്ട്. ആണല്ലേ? അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ആണോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? ആ സ്കൂളിനകത്ത് കയറിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളാണോ ആ സ്കൂളാണോ നല്ലത്? ഞങ്ങളുടെ സ്കൂള്. അതെന്താണെന്നൊന്ന് കീർത്തന പറഞ്ഞു എന്നോട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂൾ നല്ലത് ആ സ്കൂളിനെക്കാട്ടിലും? ഒരു 2 കാരണം പറ. മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഒത്തിരി ആലോചിക്കണ്ട, ഇപ്പം മനസ്സിൽ തോന്നുന്ന പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സ്കൂളിലുള്ള അത്ര പൂന്തോട്ടമൊന്നും അവിടെ ഒന്നും ഇല്ല. പിന്നെ ഒന്നായി ഒരു കാരണം കൂടെ പറ. നിങ്ങളുടെ സ്കൂളിൽ പൂന്തോട്ടം ഉള്ളതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ അവരുടെ യൂണിഫോം ഇതുപോലെ നല്ല യൂണിഫോം ആണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? എന്നാൽ നിങ്ങളുടെ നല്ലത്. അപ്പം 2 കാരണമായി. അപ്പം എന്നോട് മേഘയും കൂടെ ഒന്ന് പറഞ്ഞേ, ഇനി നിങ്ങളുടെ സ്കൂളാണ് നല്ലതെന്ന് പറയാൻ എന്താ കാരണം? ഞങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാലയം സ്കൂളെന്ന് പറഞ്ഞ സ്കൂളിലെ ചുമരുകളിൽ ഓരോ നല്ല നല്ല കലകളുടെ ചിത്രങ്ങളിലുണ്ട്. അവരുടെ വിദ്യാലയത്തിൽ അങ്ങനെ നിങ്ങൾ എന്തെല്ലാം ചിത്രങ്ങളാ ഉള്ളത്? പടം അല്ലേ? പടം വരച്ചു വെച്ച് എന്തെല്ലാം പടങ്ങളാ ഉള്ളത്? മോഹിനിയാട്ടം, ഓട്ടം തുള്ളൽ, തിരുവാതിര, മാർഗം കളി, വാദ്യം, ഇതൊക്കെ ഉണ്ടോ? അത്രയും വലിയ ചുവരുകളുണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം വരച്ചു വെക്കാൻ വേണ്ടിയാണോ? എല്ലാ ചുവരിലും പടം വരച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ നിങ്ങളുടെ ക്ലാസ് റൂം ഒക്കെ നിങ്ങളുടേതാണോ അവരുടേതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ പ്രത്യേകത മറ്റ് LP സ്കൂളിൽ ഇല്ലാത്ത? ഞങ്ങളുടെ ക്ലാസ്സിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ ലൗഡ് സ്പീക്കർ ഉണ്ടോ? എന്നിട്ട് അതിൽ കൂടെ എന്താണ് വരുന്നത്? ഞങ്ങൾക്ക് ടീച്ചർ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആ ലൗഡ് സ്പീക്കറിലൂടെ പറയാൻ. പാട്ട് പാടുവോ അതിൽ കൂടെ? ബാലസമാജത്തിന്റെ ഭാരത സമാജത്തിന്റെ അനൗൺസ്മെന്റ് അതിൽ കൂടെ വരും. നിങ്ങളൊക്കെ പോയി ആരെങ്കിലും പാട്ട് പാടാറുണ്ടോ അതിൽ കൂടെ? മഴയായതുകൊണ്ട് ബാലസമാജം നടത്താൻ കഴിയാതെ അപ്പൊ ലൗഡ് സ്പീക്കറിൽ കൂടെ ആണ് നടത്തുന്നത്. പിന്നെ കോഴിക്കോട് ഒരുപാട് സിനിമാക്കാര്, ഒരുപാട് എഴുത്തുകാര്, ഒരുപാട് നാടകക്കാര്, ഒരുപാട് രാഷ്ട്രീയക്കാര് ഒക്കെയുള്ളൊരു സ്ഥലമല്ലേ? ഏതെങ്കിലും മേഖലയുള്ള ആരുടെയെങ്കിലുമൊക്കെ പേര് പറ, ഓരോ ആള്. പറഞ്ഞോ. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, P വത്സല, കുഞ്ഞുണ്ണി മാഷ്. ഇല്ലാത്തവരെയും ഉള്ളവരെയും മിക്സ് ചെയ്ത് പറയരുത് കേട്ടോ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് പറയൂ. P വത്സല. നമുക്കൊരു ജ്ഞാനപീഠമൊക്കെ കൊണ്ടു തന്ന ഒരാളില്ലേ അവിടെ? ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കോഴിക്കോടുകാരൻ SK പൊറ്റക്കാട്. അദ്ദേഹം മരിച്ചു പോയില്ലേ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളില്ലേ കോഴിക്കോട്ട്? നിങ്ങളെ സ്കൂളിൽ നിന്ന് അധിക ദൂരം ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ആർക്കും ഓർമ്മയില്ല അല്ലേ? സാരമില്ല. സിനിമക്കാരാരാ ഉള്ളത് കോഴിക്കോട്ടുകാര്? എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, സിനിമാ സംവിധായകരുണ്ട്. താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോമോൾ എന്ന് പറഞ്ഞൊരു സിനിമാ നടിയുണ്ട്. ജോമോൾ അല്ലേ? പിന്നെ മാമുക്കോയ എവിടെയാ? മലപ്പുറത്താണോ? അല്ല, ബേപ്പൂര് അല്ലേ? എന്താ കുട്ടികള് ഈ കോഴിക്കോടിനെ കുറിച്ച് ഒരു ധാരണയില്ലല്ലോ, എന്താ അങ്ങനെ? സാധാരണഗതിയിൽ അവർക്ക് ഈ കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയുമെന്നാണ് തോന്നുന്നത്. പലപ്പോഴും നമ്മളെ പല സാഹിത്യകാരന്മാരും അവിടെ വന്നിട്ടുണ്ട്. അതെ, ആ കോമ്പൗണ്ടിൽ സമയത്ത് ഇപ്പോഴും പെട്ടെന്നുണ്ടായെന്ന് പേടികൊണ്ടായിരിക്കും മിക്കവാറും. പലരും MT വാസുദേവൻ നായരുടെ പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞാല് അവർക്ക് സത്യത്തിൽ അറിയായിരുന്നു. അവർക്ക് പേടിച്ചോണ്ടായിരിക്കും അത്. ഞങ്ങൾ ഒരു സ്റ്റഡി അയച്ചിട്ടില്ല സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും. അല്ല, ഇത് സ്റ്റഡി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അല്ലാതെ അങ്ങനെ ഒരു അവബോധം അവരിലുണ്ട്. എത്ര ടോയ്ലറ്റുകളാണ് അവിടെ ഉള്ളത്? ടോയ്ലറ്റുകൾ 2 ബ്ലോക്ക് ആയിട്ടാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ സെപ്പറേഷൻ ചെയ്തിട്ടില്ല. അത് ഒന്ന് ചെറിയൊരു ബ്ലോക്കായിരുന്നു. പിന്നെ ഒരു ലാട്രിനും അതിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വെക്കേഷനിൽ ഒരു പുതിയ ടോയ്ലറ്റും കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അത് ഒരേ സമയത്ത് 10 കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ്. പഴയത് ഒരു സമയം 6 കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. ശുചീകരിക്കാറുള്ളത്? അതെത്ര തവണയാണ് ശുചീകരിക്കാറുള്ളത്? അത് ശുചീകരിക്കാൻ ഞങ്ങൾക്ക് ഒരു ആന്റി ഉണ്ട്, അവരാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ ശുചിത്വ സേനയുടെ ഭാഗമായിട്ട് കുട്ടികളെ സ്ക്വാഡാക്കി തിരിച്ചിട്ട് ഓരോ ദിവസം ഓരോ സ്ക്വാഡ് ഈ സ്കൂളും പരിസരവും ശുചിയാക്കുന്ന ഒരു
സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഈ ടോയ്ലറ്റ് 91% കുട്ടികൾക്ക് മാത്രമേ ഉച്ചഭക്ഷണം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? ആ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ വളരെ നല്ല രീതിയിലുള്ള ഉച്ചഭക്ഷണ പരിപാടിയാണുള്ളത്. അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നത്. 91% മാത്രം. ബാക്കി മറ്റും പല സ്കൂളുകളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും സ്കൂളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ല, ഞങ്ങളെ സ്കൂളിൽ കുറച്ച് കുട്ടികളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അത് സ്കൂളിലെ ഭക്ഷണം മോശമായതുകൊണ്ടൊന്നുമല്ല. ചില കുട്ടികൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നുണ്ടാണ്. എന്നാലും സ്കൂളിലെ കറികളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? സ്കൂളിൽ നിന്ന്. ആണോ? മേഘയുടെ ക്ലാസ്സിൽ എല്ലാവരും സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? അല്ല, എത്ര കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും? 2. അതെന്താണ് അവർ മാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്? അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ താല്പര്യം. നിങ്ങളുടെ കൂടെ കളി ചിരിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത്? അതെ. എന്ത് പറ്റി? എനിക്ക് HM-നോടും PTA പ്രസിഡന്റിനോടുമാണ് ഇത് പറയാനുള്ളത്. ഈ 91% കുട്ടികൾ മാത്രം എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്കൂളാണ്. ഈ കുട്ടികളുടെ ഒരു ഒത്തൊരുമ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഇത് കൂടിയാണ് ഉച്ചഭക്ഷണം. അപ്പോൾ അത് എല്ലാ കുട്ടികളെയും അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളൊക്കെ അടുത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷനിലും കണ്ടത് ഇംഗ്ലീഷ് ആണ് കൂടുതൽ കണ്ടത്. അതെന്താ അങ്ങനെ? അപ്പോൾ പിന്നെ ഇതൊരു വെല്ലുവിളി അല്ലല്ലോ? അല്ല, അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേർത്താൻ. ഞങ്ങൾ അവിടെ ആ ഭാഗത്തുള്ള മിക്കവാറും സ്കൂളുകളിൽ ഇപ്പോൾ പിന്നെ ഒരു 3 ഡിവിഷനൊക്കെ ഉള്ളവർ ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം ആക്കിയിട്ട് കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ ഞങ്ങൾക്ക് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങളുടെ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഇവിടെ സാർ അതൊക്കെ എല്ലാം സൂചിപ്പിച്ചു. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പാരൻസിന് വേണ്ടിയിട്ട്. പാരൻറ്റിങ് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കളെ എങ്ങനെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്കൂളാണ്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ, പറയാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? സ്വന്തം മക്കളെ എങ്ങനെ കൂടുതൽ നന്നാക്കി വളർത്താൻ അങ്ങനത്തെ ക്ലാസ് എടുക്കാറുണ്ടോ? മതി, അത് കേട്ടാൽ മതി. നന്ദി. ഇനി BEM ഗേൾസ് LP സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. BEM ഗേൾസ് LP സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 83.7 out of 100.